അമീബിക് മസ്തിഷ്ക ജ്വരം ഇതിനെ മറ്റുള്ള മെനിഞ്ചൈറ്റിസിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് മറ്റുള്ള മെനിഞ്ചൈറ്റിസിലുള്ള അണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തി ബ്ലഡ് വഴി ബ്രെയിനിലോട്ട് സ്പ്രെഡ് ആവുകയാണ് ചെയ്യുക. എന്നാൽ ഈ അമീബ ഉള്ള വെള്ളം നമ്മുടെ മൂക്കിലോട്ട് എത്തുകയും മൂക്കിന്റെ മേലെയുള്ള ഒരു അരിപ്പ പോലത്തെ സ്ട്രക്ചർ ഉണ്ട്, ക്രിപ്പിൾഫോം പ്ലേറ്റ് എന്ന് പറയും. ഇതുവഴി ബ്രെയിനിലോട്ട് നേരിട്ട് ഈ അമീബ എത്തുകയും ബ്രെയിനിനെ പെട്ടെന്ന് തന്നെ ബ്രെയിനിൽ വീക്കം ഉണ്ടാക്കുകയും ബ്രെയിൻ കോശങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ നെഗ്ലേറിയ ഫൗളേറിയ എന്ന അമീബയെ പറയുന്നത് ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്നാ പറയാ. അല്ലെങ്കിൽ ഈ അസുഖത്തെ നമ്മൾ പറയാ മരണം മണക്കുന്ന അസുഖം എന്നാ പറയാ. അതുകൊണ്ട് 2 ആഴ്ചക്കിടയിൽ ഏതെങ്കിലും കുട്ടി കുളത്തിലോ അല്ലെങ്കിൽ പൂളിലോ കുളിച്ചിട്ട് 2 ആഴ്ചക്കുള്ളിൽ തലവേദന, ഛർദി, അമിതമായ ക്ഷീണം, പനി അങ്ങനെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചികിത്സ തേടുക. ബോധക്ഷയം, അപസ്മാരമൊക്കെ ചിലപ്പോൾ പിന്നീടാണ് വരിക. ഇതിന്റെ അർത്ഥം എല്ലാ ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്കും നമ്മൾ പേടിക്കണം എന്നല്ല. ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കുളിച്ചിട്ടുള്ള ഒരു കുട്ടിക്ക്, ഇങ്ങനെ പൂളിലോ കുളത്തിലോ കുളിച്ചിട്ട് ഒരു കുട്ടിക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യാം. അതുപോലെ ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിൽ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് പ്രോഗ്രസ് ചെയ്യും. അത് ബ്രെയിനിനെ പെട്ടെന്ന് തന്നെ ബ്രെയിൻ കോശങ്ങളെ നശിപ്പിക്കുകയും പെട്ടെന്ന് തന്നെ മരണം വരെ സംഭവിക്കാവുന്ന ഒരു അസുഖമാണ്. അതുകൊണ്ട് ഇതിൽ നമ്മൾ പറയാ പ്രിവെൻഷൻ ആണ് ഏറ്റവും കൂടുതൽ എന്നുള്ളതാണ്. അപ്പൊ ഈ ജാഗ്രതയുള്ള സമയങ്ങളിൽ പൂളുകളിൽ, കുളങ്ങളിൽ ഇതെല്ലാം മുങ്ങി കുളിക്കുന്ന ഒഴിവാക്കുക, ഡൈവ് ചെയ്യുന്ന ഒഴിവാക്കുക. അതുപോലെ ഇനി അഥവാ നമ്മൾ നീന്താൻ പോകുന്നുണ്ടെങ്കിൽ നോസ് ക്ലിപ്പ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ തല പൊക്കി വെച്ച് പൂളുകളിൽ ഇറങ്ങാവുന്നതാണ്. അതുപോലെ പൂളുകൾ, കുളങ്ങളെല്ലാം കൃത്യമായിട്ട് ക്ലോറിനേഷൻ പ്രോട്ടോകോൾ അനുസരിച്ച് ക്ലോറിനേറ്റ് ചെയ്തുകൊണ്ട് ഉറപ്പുവരുത്തുക. എന്തെങ്കിലും ലക്ഷണങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യുക. ഏറ്റവും നല്ലത് ഈ അസുഖത്തിന് പ്രിവെൻഷൻ ആണ്. കാരണം ഒരിക്കലും ഇത് ബാധിച്ചു കഴിഞ്ഞാൽ ഇത് സർവൈവ് ചെയ്ത ആളുകൾ, ഈ രോഗത്തെ അതിജീവിച്ച ആളുകൾ വളരെ കുറവാണ്. 97% മരണനിരക്കുള്ള ഒരു അസുഖമാണ്. അതുപോലെ കുഞ്ഞു കുട്ടികളെ കുളിപ്പിക്കുമ്പോൾ മൂക്കിലോട്ട് വെള്ളം അതുവേ കയറാതെ നോക്കുക. കിണർ വെള്ളമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഈ അസുഖം മറ്റൊരാളിലേക്ക് ഒരിക്കലും സ്പ്രെഡ് ആവുകയില്ല. അതുകൊണ്ട് ഇതൊരു പകർച്ചവ്യാധിയാവാൻ ഒരിക്കലും തന്നെ സാധ്യതയില്ല.